LVM-3 5 വിക്ഷേപണ ദൗത്യം വൻ വിജയം. ഉപഗ്രഹം വേർപെട്ടതിന് ശേഷം മൂന്നാം ഘട്ടമായ ക്രയോജനിക് സ്റ്റേജ് വീണ്ടും പ്രവർത്തിപ്പിക്കാനായതും നേട്ടമാണ്. ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കൂടിയാണ് CMS-3. കൃത്യം 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിൽ നിന്നും LVM-3 മിഷൻ 5 കുതിച്ചുയർന്നു. ഭൂമിയിൽ നിന്നും 180ഓളം കിലോമീറ്റർ ഉയരത്തിലുള്ള ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ കൃത്യസമയത്ത് ഉപഗ്രഹം വിക്ഷേപിച്ചു. വിക്ഷേപണം പൂർണ്ണ വിജയം കൈവരിച്ചതായും കൃത്യതയോടെ വിക്ഷേപണം നടന്നതായും ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ അറിയിച്ചു. I must tell that we had really a tough, challenging time during the launch campaign. You know, the weather was not that cooperative. But then, let me take this opportunity to compliment each and every one of you. Even under this difficult weather condition, we could come out successfully and accomplish this mission in a grand manner and successful manner. മൂന്നാം ഘട്ടത്തിൽ ഉപഗ്രഹം വേർപെട്ടതിന് ശേഷം നിശ്ചലമായ ക്രയോജനിക് സ്റ്റേജ് റീസ്റ്റാർട്ട് ചെയ്യാനായത് സാങ്കേതിക വിദ്യാരംഗത്ത് ഭാരതത്തിന്റെ നേട്ടമായതായും V. നാരായണൻ പറഞ്ഞു. The CMS-03 satellite is a multi-band communication satellite with coverage over a wide oceanic region including the Indian landmass and is designed for providing communication services for at least 15 years. The satellite incorporates a host of new technologies and yet another shining example of Atmanirbhar Bharat. Let me congratulate the entire satellite team spread across various ISRO centers for realizing this very, very important improved complex satellite for the communication capability of our country. ഭൂസ്ഥിര ട്രാൻസ്ഫർ ഭ്രമണപഥത്തിലേക്ക് ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും അയക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കൂടിയാണ് CMS-3. 4.41 ടണ്ണാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. വിശാലമായ സമുദ്രമേഖലയിലും കരയിലും ഒരുപോലെ വാർത്താവിനിമയ സേവനം ഉറപ്പാക്കാനാണ് CMS-3 വിക്ഷേപണം. സയൻസ് ഡെസ്ക്, ജനം.